ശ്രീ വി പി ശ്രീധരൻ, ഇവിടെ താങ്കൾ പറയുന്ന പോലെ ആം ആദ്മി പാർട്ടി എന്ന് കേൾക്കുമ്പോൾ താങ്കൾക്ക് വരുന്നത് പുച്ഛമാണ്. ദേശീയ നേതൃത്വം അങ്ങനെ പുച്ഛം വന്നാൽ പോരെ? 20 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ ആര്, അതിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന പുച്ഛത്തിൽ കണ്ടാൽ പോലെ? അരവിന്ദ് കെജ്രിവാൾ 75 വയസ്സിൽ നരേന്ദ്രമോദി റിട്ടയർ ആകുമെന്ന് പറയുമ്പോൾ ചാടിപ്പുറപ്പെടുന്നത് ആരൊക്കെയാണ്? അമിത്ഷാ പറയുന്നു മോദി തന്നെ 2031 വരെ പ്രധാനമന്ത്രിയാകും. JP നഡ്ഡ പറയുന്നു 75-ാം വയസ്സിൽ വിരമിക്കണമെന്ന ചട്ടം BJPയുടെ ഭരണഘടനയിലില്ല. രാജ്നാഥ് സിംഗ് പറയുന്നു മോദി തന്നെ പ്രധാനമന്ത്രിയാകും. ഏതോ നേതാവ് ഇതുവഴിയാ പറയുന്നു പോയി കാണുന്ന, അങ്ങനെ കണ്ട് അവഗണിക്കുന്നതിന് പകരം അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധിക്കാൻ BJPയുടെ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ്, പ്രീമിയർ നേതാക്കൾ രംഗത്തിറങ്ങുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നും ഇതേ ചർച്ചയിൽ വരുന്ന BJP വക്താക്കളുടെ ചിരിമാഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ വിക്ഷുബ്ധാവസ്ഥയിലാവുന്നത് പോലെ ദേശീയ നേതൃത്വത്തിൻ്റെയും ചിരിമായുന്നുണ്ട്. ശ്രീ വി പി ശ്രീധരൻ, മാന്യമായി സംസാരിക്കാൻ അറിയുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ വിളിക്കരുത്. ഒരു അപേക്ഷയുണ്ട്. ഞാൻ ആരോടും ഒരു അമാന്യമായി സംസാരിക്കാറില്ല. ഇല്ല, അത് ശരിയാണ്. എനിക്ക് വട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച ബഹിഷ്കരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളെ ബഹുമാനിച്ചിട്ട് ഞാൻ ഇരിക്കുക. ഐ റെസ്പെക്ട് യു ആഷ്മി, ദാറ്റ് ഈസ് വൈ ഐ ആം സിറ്റിംഗ് ഹിയർ. അല്ല, ഞാൻ ദയവ് ഇത് വിളിക്കരുത്. അല്ല, വിനോദ് വാക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് എനിക്ക് ഐ വിൽ ആൻസർ യു. എന്നെ മറ്റൊരു ചർച്ചയിൽ നീ എന്ന് പിണറായി വിജയന്റെ പാർട്ടി നരാധമെന്ന് വിളിച്ചിട്ടാ, അത് നരാധമെന്ന് വിളിച്ചിട്ടാ, നരാധമെന്ന് വിളിച്ചു. അപ്പൊ ഞാൻ മറുപടി പറയണ്ട. മറ്റൊരു ചർച്ചയുടെ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ? ഇയാളൊരു സ്ഥിരം കുഴപ്പക്കാരനാ. ആ, ഓക്കെ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി 15-2 17 സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ 15 സീറ്റിലും തമിഴ്നാട്ടിൽ 2 സീരിയസ് ആയി മത്സരിക്കുന്നു. ബംഗാളിലൊക്കെ പിന്നെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കുന്നില്ലേ? മോഡിജിയും മറ്റേ അമിത്ഷാജിയും. അതെന്താ തെറ്റ്? തമിഴ്നാട്ടിലെ പ്രാദേശിക പാർട്ടികൾക്ക് മറുപടി കൊടുക്കുന്നില്ലേ? YSR കോൺഗ്രസിന് മറുപടി കൊടുക്കുന്നില്ലേ? ഇന്ന് മോഡിജി എവിടെ അറിയോ? 4 റാലിയാ ഒറീസയിൽ, 5ാമത്തെ റാലി ജാർഖണ്ഡിൽ. മുഴുവൻ വിമർശിച്ചത് BJD-നെയാണ്. BJD എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? 21 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇലക്ഷൻ റാലിയിൽ പറയുന്നതല്ല. തെലുങ്കാനയിൽ BRS-ന് മറുപടി കൊടുക്കുന്നില്ലേ? ഇത് ഏതെങ്കിലും ഇലക്ഷൻ റാലിയിൽ പറയുന്നതല്ല. ഇലക്ഷൻ സംബന്ധിച്ച ഇത് മോഡി പറയുന്നതുമല്ല. BJPയുടെ പ്രധാന നേതാക്കൾ എന്തോ സംഭവിച്ചതുപോലെ പടയെന്ന് ചാടി വീണ് മറുപടി പറയണം അതേ മണിക്കൂറുകളിൽ തന്നെ. അപ്പൊ ഈ കെജ്രിവാളിനെ അങ്ങനെ അവഗണിക്കേണ്ട ആളാണ് എന്നൊക്കെ പറയല്ലേ? എന്ന് രാഷ്ട്രീയ നേതാവാണ്. പ്ലീസ് നിങ്ങൾ ഇങ്ങനെ പൊടുപ്പും തൊങ്ങലും ചേർക്കല്ല. ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കണ്ടതാ. അമിത്ഷാജിൻ്റെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഉത്തരം പറയുന്ന അത് നിങ്ങൾ വലിയ സംഭവം ആക്കണ്ട. പത്രക്കാർ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയണ്ട, ഞാൻ മിണ്ടാതിരിക്കണം. അമിത്ഷാജി പത്രസമ്മേളനം നടത്തുകയാണ്. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇട്ടുതരാം. അതെ. അപ്പോൾ പത്രക്കാർ പലതും ചോദിച്ചു. അരവിന്ദ് കെജ്രിവാളും ചോദിച്ചതിനെ പറ്റി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ മോഡിയുടെ പ്രായം ആലോചിച്ച് ബേജാറാവണ്ട, ഞങ്ങൾ അങ്ങ് നോക്കിക്കൊള്ളുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലാണ്ട് ഇയാളെ പിന്നാലെ പോയി മറുപടി പറയാനൊന്നുമില്ല. ഇയാൾ ആകെ 20 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇയാളെ പാർട്ടി. അതല്ലാതെ ഈ കോൺഗ്രസിന് പറയും, BRS-ന് പറയും. 2014 മുതൽ നിങ്ങളുടെ ബ്രാൻഡ് നരേന്ദ്രമോദിയാണ്. ആ മോഡി വോട്ട് ചോദിക്കുന്ന അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന ഒരു എന്താണ് ഒരു തുളച്ചു കയറുന്ന അസ്ത്രത്തിന് ഏതെങ്കിലും വിഭ്രാന്തി ഉണ്ടാവുന്നതല്ലത് അല്ലേ? സ്വാഭാവികമാണ് മറുപടി. അതെ, ഡൽഹിയിൽ കോൺഗ്രസ്സുകാർ വാരിക്കോളും ഇവരെ. ഞങ്ങൾക്കറിയാം അവർക്കാണ് ഏറ്റവും വെറുപ്പ് ഈ സഖ്യത്തിൽ. അതല്ലേ സംസ്ഥാന പ്രസിഡന്റ് ആനന്ദ് സിംഗ് ലൗലി രാജിവെച്ച് BJP ചേർന്നത്? അവിടുത്തെ 4 സീറ്റിലും കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ആപ്പ് മത്സരിക്കുന്ന 4 സീറ്റിൽ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ആ സഖ്യം നടക്കാത്ത സഖ്യമാണ്. കാരണം UPA സർക്കാരിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തിട്ടാ കേജ്രിവാൾ നേതാവായത്. കൊള്ള സംഘത്തിന്റെ ഭരണം എന്നാ പറഞ്ഞത്. ഒന്ന് മിണ്ടാതിരിക്കും ചേട്ടാ പ്ലീസ്. നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കമാന്നൊരു അക്ഷരം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? എനിക്കൊരു ഫ്രസ്ട്രേഷനും ഇല്ല. ഈ കൊള്ള സംഘത്തിന്റെ ഭരണം എന്നല്ലേ പറഞ്ഞത്? ചിദംബരത്തെ മരണം വരെ ജയിലിലിടണമെന്നല്ലേ കേജ്രിവാൾ പറഞ്ഞത്? അവരുമായി സഖ്യം ഉണ്ടാക്കുന്നത് അണികൾക്ക് അതിൽ ഇടപെട്ട് തന്നെ പോവുകയുള്ളൂ ചേട്ടാ. ആനന്ദ് സിംഗ് ലൗലി ഞങ്ങളെ കൂടെ വന്നത് ഞാൻ കോൺഗ്രസ്സുകാരെ വോട്ട് കിട്ടിയിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഡൽഹിയിൽ ജയിക്കും. ഒരുപാട് കോൺഗ്രസ്സുകാരെ വോട്ട് കിട്ടിയിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും.
അതിലൊന്നും ഡൽഹിയിലെ കാര്യമില്ല. കോൺഗ്രസ്സുകാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡൽഹിയിലെ ED. കോൺഗ്രസ്സുകാർ ED. ഇത്തവണ ഞങ്ങൾക്ക് ഇപ്പൊ വോട്ട് ED ചെയ്യും. ഇല്ല. ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. നരേന്ദ്രമോദിക്ക് പേടിയാണ്. ED കൊണ്ടൊന്നും രക്ഷയില്ലെന്നായി. അതാണ് ഈ പുലഭ്യം വിളിച്ചു പറയുന്നത്. ശരി, പുലഭ്യം വിളിച്ചു പറയുന്നത്. ഉത്തർപ്രദേശിൽ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് പേടിക്കാൻ? കിട്ടും. നിങ്ങളുടെ പല അടിയുറച്ച പ്രവർത്തകരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അയ്യോ, സംശയം വേണ്ട. അമേഠി ആയിക്കോട്ടെ. അമേഠി നരേന്ദ്ര ദാമോദർദാസ് ഭായ് മോഡി എന്ന പേര് മാറ്റി നരേന്ദ്ര പേടി കാലിളകിയില്ലേ? ഇന്ന് നടന്ന ഇലക്ഷൻ പ്രചരണം രാഷ്ട്രീയം പറഞ്ഞോ നിങ്ങളുടെ നരേന്ദ്ര പേടി? അല്ലല്ലേ, ഇന്നത്തെ നിങ്ങളുടെ റാലിയെ പറ്റിയാ പറയുന്നത്. നരേന്ദ്രമോദി പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയം അവിടുത്തെ സ്ഥലങ്ങളുടെ പേര് വേറെ എന്ത് രാഷ്ട്രീയം പറഞ്ഞു? തൃശ്ശൂരിന്റെ അപ്പുറത്ത് എവിടെയാ പ്രസംഗിച്ചത്? ആർജവമുണ്ടോ? ഒരു തവണയെങ്കിലും മോഡിയുടെ ഗ്യാരണ്ടി എന്ന് വീണ്ടും പറയോ? വീണ്ടും പറയോ? അതിനുള്ള ധൈര്യമുണ്ടോ? എവിടെയെങ്കിലും നമുക്ക് നോക്കാം. ശരി നിങ്ങളാണെന്നേ ഉള്ളൂ. ശരി